ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, ബെൻഡിറ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ഇന്ന് 120-ാം ദിനം പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളെ നമ്മൾ ഓരോരുത്തരും മക്കളുടെ ഇന്നത്തെ എല്ലാ പ്രവൃത്തികളെയും, ഇപ്പോൾ മക്കളിലായിരിക്കുന്ന അവസ്ഥകളെയും, ഈ ദിവസങ്ങളിൽ മക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും പേരുകൾ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ്. മാതാപിതാക്കളായി നമ്മൾ ഓരോരുത്തരും മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്, ദൈവം നൽകിയിരിക്കുന്ന ആ കൃപയിൽ, അധികാരത്തിൽ ഈ ഭൂമിയിൽ നമ്മുടെ മക്കളെ ജന്മം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആ അധികാരത്തിൽ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയും നമ്മൾ ഓരോരുത്തരും പങ്കുചേരുന്നു. മക്കളുടെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് അവരായിരിക്കുന്ന അവസ്ഥ, അവരുടെ ദുഷിച്ച ചിന്തകൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അവയെല്ലാം ദൈവസന്നിധി വിട്ടുകൊടുക്കാം. ദുഷിച്ച രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾ, തെറ്റായ ബന്ധനങ്ങൾ, കൂട്ടുകെട്ടുകൾ, ദുശീലങ്ങൾ, മാതാപിതാക്കളുടെ ധിക്കാരങ്ങൾ, ഈ ദിവസങ്ങളിൽ മാതാപിതാക്കൾക്ക് സങ്കടം തരുന്ന മക്കളുണ്ടെങ്കിൽ ആ എതിർപ്പിൻ്റെ മനോഭാവം മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അശുദ്ധിയിലേക്ക് വീണുപോയ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജീവിത വിജയമില്ലാതെ സങ്കടപ്പെടുന്ന, ലക്ഷ്യബോധമില്ലാത്ത മക്കളെ സമർപ്പിക്കാം. എസ്ഐ പ്രവാചന പുസ്തകം 36-ാം അധ്യായം 25-ാം വചനം, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും എന്ന് വചനം പറയുമ്പോൾ കർത്താവ് നമ്മുടെ മക്കളെ വിശുദ്ധ ജലത്താൽ കഴുകി വിശുദ്ധീകരിക്കുവാനും, ഈശോയുടെ രക്തം നമ്മുടെ മക്കളിലേക്ക് ഒഴുകുവാനും, എല്ലാ അശുദ്ധിയും വിട്ട് മാറുവാൻ, വിശുദ്ധിയാൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ എല്ലാ മേഖലകൾ, മക്കളുടെ ജീവിതത്തിലെ എല്ലാ അശുദ്ധിയും ചാമ്പലായി തീർന്ന് വിശുദ്ധി നിറയട്ടെ. മാതാപിതാക്കളായി നമ്മൾ ഓരോരുത്തരും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ കൃപയിൽ നിറയുന്നു. പ്രാർത്ഥനാ രൂപയിൽ മക്കൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ആ വിശ്വാസത്തോടു കൂടി ഇന്ന് നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എസെക്കിയേൽ 36:25 ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുത്തെ ജീവജലമൊഴുക്കി ഞങ്ങളുടെ മക്കളെ വിശുദ്ധീകരിക്കണമേ. എല്ലാ അശുദ്ധി, എല്ലാ പാപാവസ്ഥ ഞങ്ങളുടെ മക്കളെ നീങ്ങിപ്പോകട്ടെ. എല്ലാ അശുദ്ധിയിലേക്ക് നയിക്കുന്ന ചെയ്ത കൂട്ടുകെട്ടുകൾ, ദുർമാർഗങ്ങൾ അതിൽ നിന്ന് അവർ പിന്തിരിയട്ടെ. അങ്ങനെ വിശുദ്ധി പ്രാപിച്ച് അങ്ങേക്ക് എപ്പോഴും സ്തുതി മഹത്വം കരയേറ്റിക്കൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കി മാതാപിതാക്കളായി ഞങ്ങൾക്കും കുടുംബത്തിനും മക്കൾ സന്തോഷമായി തീരട്ടെ. ആമീൻ. യേശുവിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.